ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവരെയും സ്വാഗതം ചെയ്തോളുന്നു. ഞാനിപ്പോൾ ഒരു യാത്രയിലാണ്. മൂകാംബിക ക്ഷേത്രത്തിൽ നിന്ന് മുരുടേശ്വർ എന്നുള്ളൊരു ശിവക്ഷേത്രമുണ്ട്, ഒരു വലിയ മഹാശിവക്ഷേത്രമാണ്. അവിടേക്കുള്ള യാത്രയിലാണ്. ഞങ്ങൾ മൂകാംബിയിൽ നിന്ന് 65 കിലോമീറ്റർ താണ്ടിയാണ് ഈ സ്ഥലത്തേക്ക് പോവേണ്ടത്. ഞങ്ങളിവിടെ നിന്നൊരു കാറ് വാടകയ്ക്ക് റെൻറ്റിനെടുത്തിട്ടാണ് ഞങ്ങളതിൽ പോകുന്നത്. നമുക്ക് 2500 രൂപ ഇവിടെ കാറിനായി. നമ്മുടെ സാരഥിയാണ് അതായിരിക്കുന്ന ആൾ. പുറകിൽ ഞങ്ങൾക്കൊരു ഞങ്ങളുടെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ട്, 2 ഫാമിലി കൂടെ ഉണ്ട്. അവർ 4 പേരും കൂടെയാണ് നമ്മുടെ യാത്രയിൽ ഉള്ളത്. പുറകിൽ ഇരിപ്പുണ്ട് അവർ. ഞങ്ങളിപ്പോൾ നേരെ മുരുടേശ്വരത്തിൽ പോയിട്ട് അവിടെ ദർശനമൊക്കെ കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ നിന്നെടുത്തിരിക്കും. തിരിച്ച് നേരെ രാത്രി തന്നെയാണ് ഇന്ന് ഇവിടെ വരും. മുരുടേശ്വരത്ത് നല്ല രസമുള്ള കാഴ്ചയാണ്. ഏകദേശം 20 നില പൊക്കത്തിലുള്ള ഒരു ഗോപുരമുണ്ട്. 20 നില. ആ 20 നിലയിലും നമുക്ക് നടന്ന് കയറേണ്ടി വരില്ല. അവിടെ ലിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട്. പണ്ട് അവിടെ ലിഫ്റ്റിലാണ് കയറി പോകുന്നത്. ലിഫ്റ്റിൽ കയറി കഴിഞ്ഞാൽ ഈ 20 നിലയുടെ മുകളിൽ നമുക്ക് പോകാൻ പറ്റും. നല്ലൊരു അനുഭവം തന്നെയാണത്. ഞങ്ങൾ അന്ന് പോയി പഴയ വീഡിയോ ഒന്നും എല്ലാം പോയി, വീഡിയോ ഒന്നും ഇപ്പോൾ ഇല്ല. അപ്പോൾ ഈ വീഡിയോയിൽ അവിടെ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന വിഷയത്തിലാണ് പോകുന്നത്. അവിടെ നിന്ന് മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ കടലും, അതുപോലെ തന്നെ കടലിൻ്റെ കരയിലൊരു വലിയൊരു ടെമ്പിളുണ്ട്, ഭഗവാന്റെ ഇതിൻ്റെ ഒരു നമ്മളെ ആഴിമല ശിവക്ഷേത്രം പോലെ ഒരു വലിയ ഒരു സംഭവമാണ്. നല്ല രസമാണ് കാണാനായിട്ടത്. പോയി കാണുക തന്നെ വേണം, എങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു പവർ നമുക്കറിയാൻ പറ്റുള്ളൂ. അവിടെ പോയി കാണുന്ന സ്ഥലം നമുക്ക് എപ്പോഴെങ്കിലും പോകാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ പോകണം. ഇപ്പം മുരുടേശ്വരത്ത് വരാൻ വഴികൾ ഇത് തന്നെയായിരിക്കും തോന്നുന്നു. മംഗലാപുരം വഴി തന്നെയാണ് വരേണ്ടത്. ഇപ്പം ഞങ്ങൾ മൂകാംബികയിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ യാത്ര. ഇന്ന് രാവിലെ കുടജാദ്രിയിലായിരുന്നു. കുടജാദ്രി പോയിട്ട് ഉച്ചയ്ക്ക് ഞങ്ങളിവിടെ തിരിച്ചെത്തിയതിനു ശേഷം ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഞങ്ങളിവിടെ നിന്ന് മുരുടേശ്വരത്ത് പോകാനുള്ള തയ്യാറെടുപ്പെടുത്തിയത്. അപ്പോൾ എന്തായാലും മുരുടേശ്വരത്ത് പോയിട്ട് അവിടെയുള്ള ബാക്കിയുള്ള കാഴ്ചകളും കൂടെ ഞങ്ങളിതിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. എന്തായാലും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ പ്രത്യേകം ശ്രമിക്കുക. പിന്നെ ഞങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെല്ല് ഓളും കൊടുക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത പുതിയ വീഡിയോ വരുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ, ഞങ്ങളുടെ വീഡിയോ വരുമ്പോൾ. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എന്തായാലും മുരുടേശ്വര യാത്രയിൽ നിങ്ങളെയും കൂടെ ഞങ്ങൾ പങ്കെടുപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ. മുരുടേശ്വര ടെമ്പിളിലേക്ക് എത്തി. ഇതാണ് ആ ഗോപുരം. ഞങ്ങളങ്ങനെ മുരുടേശ്വര യാത്രയൊക്കെ എത്തിയിട്ടുണ്ട്. അകത്തോട്ട് നടക്കാനുണ്ട്. ഇതാണ് മുരുടേശ്വർ ടെമ്പിൾ. ഇത് ഫ്രണ്ടിലുള്ള ഗോപുരമാണ്. ഇത് ഏകദേശം 20 നിലകളുള്ള ഒരു ഗോപുരമാണ്. ഇത് വെയിൽ നല്ല കടത്തിയിരിക്കുകയാണ്, എങ്കിലും കാണാൻ പറ്റും. ഇത് 20 നിലയാണ് ഇതിൻ്റെ പൊക്കം. നമുക്ക് അതിനകത്ത് കയറിയിട്ട് ലിഫ്റ്റുണ്ട്. ലിഫ്റ്റിൽ ഇതിന് ഏറ്റവും മുകളിലുള്ള നിലയിൽ നമുക്ക് പോകാൻ പറ്റും. അവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ കാണാം. കടലും അതിന് ഏരിയയിലുള്ള കുറേ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നതാണ്. നല്ല തിരക്കുണ്ട് ഇപ്പോൾ.
ഇത് ലെഫ്റ്റിൽ കയറാനുള്ള വരിയാണ്. ഈ ആൾക്കാർ 20 രൂപ വെച്ച് ടിക്കറ്റ് എടുത്താണ് മുരുടേശ്വരം ലെഫ്റ്റിന് മുകളിൽ കയറേണ്ടത്. താഴെ ഇറങ്ങിയിട്ട് അമ്പലത്തിലോട്ട് പോകുന്ന വഴിയാണ് അവിടെയൊക്കെ. ഇവിടുത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണെന്ന് തോന്നുന്നു. നമ്മുടെ വർക്കലയിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജൊക്കെ പൊളിഞ്ഞു, അത് ശരിയാക്കിയെന്നറിയില്ല. ഇത് മുരുടേശ്വറിലുള്ള ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ്. ഇത് കായലിൽ ഇവിടെ ഇറങ്ങിയിട്ടൊക്കെ തിര കുറവാണ് ഇവിടെ കേട്ടോ. ഒന്ന് സുഖമായിട്ട് ഇറങ്ങി നിൽക്കാനൊക്കെ പറ്റും. തിരമാല ഇല്ല എന്ന് തന്നെ പറയാം. ശരിക്കും ആൾക്കാർ അവിടെ ഇറങ്ങി കുളിക്കുന്നൊക്കെ ഉണ്ട്. എനിക്കും ആഗ്രഹമുണ്ട്, എന്തായാലും ഇറങ്ങുന്നില്ല, ഡ്രസ്സ് കൊണ്ടുവന്നിട്ടില്ല വേറെ. നമ്മൾ വന്ന വഴിയാണ് ആ കാണുന്നത്. അത് ദൂരം കാണാനൊക്കെ നല്ല രസമുണ്ടത്. ഉണ്ടല്ലേ, ഈ വഴി കൂടെ വന്നു. ഞങ്ങളുടെ കാറ് താഴെ എവിടെയോ പാർക്ക് ചെയ്തിട്ടുണ്ട്. പാർക്കിങ്ങിലുണ്ട് ഞങ്ങൾ വന്ന കാറ്. ഇതിപ്പോൾ ഞങ്ങൾ 17ാമത്തെ നിലയുടെ മണ്ടയിലാണ്. 20ാമത്തെ നില വരെ പോകുമായിരുന്നു. 17ാമത്തെ നിലയുടെ മണ്ടയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. എല്ലാ സൗകര്യങ്ങളും ചെയ്തുകൊണ്ട് സ്ഥലമുണ്ട് കാണാനൊക്കെ നല്ല. മുകളിൽ നടന്ന് ചെല്ലാൻ പറ്റും. ഇത് കംപ്ലീറ്റ് ഇവിടുത്തെ സ്റ്റോളുകളൊക്കെയാണ്. ഇറങ്ങിയാൽ എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ പറ്റും. അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട്. ഇത് വെള്ളമൊക്കെ ഒതുക്കിയിട്ടിരിക്കുന്നതാണ് ഇവിടെ. എത്രത്തോളം പൊക്കം ഉയരം ഉണ്ടെന്നുള്ളത് ഇതിൽ നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. ഞങ്ങളിനി അമ്പലത്തിലേക്ക് പോവുകയാണ്. മുകളിൽ നിന്ന് ലിഫ്റ്റിൽ നിന്ന് താഴോട്ടിറങ്ങി അടുത്ത് ക്ഷേത്രത്തിന് ഉള്ളിലോട്ടുള്ള കാഴ്ചകളിലേക്ക്. എല്ലാത്തിലും എടുക്കാൻ പറ്റും തോന്നുന്നില്ല. ഭഗവാന്റെ വിഗ്രഹം കാണുന്നുണ്ട്. പെയിൻറ്റിങ് കിടക്കുന്നുണ്ട്. അത് വേറെ രീതിയിലെങ്കിലും കുഴപ്പമില്ല. വെക്കുകയാണ്. ഇത് ഗോപുരത്തിൻ്റെ പുറകു ഭാഗത്താണ്. ഇത് ക്ഷേത്രത്തിൻ്റെ അകഭാഗത്തൊക്കെയുള്ളതാണ് കാഴ്ചകളാണ്. മുരുടേശ്വരത്തെ കാഴ്ചകളാണിതെല്ലാം.
നമ്മൾ ഇവിടുത്തെ കാഴ്ചകൾ കാണണമെങ്കിൽ ഇവിടെ തന്നെ വരണം. ഇവിടുത്തെ വന്ന് നേരിട്ട് കണ്ടാലേ അതിൻ്റെ ഒരു പവർ കിട്ടുകയുള്ളൂ. അല്ല, ഇപ്പോൾ ഇവിടെ ഭഗവാന്റെ വിഗ്രഹത്തിന് പെയിൻറ്റിങ് നടക്കുകയാണ്. ഫുള്ള് സിൽവറാണ്, വേറെ കളറൊന്നുമില്ല. നാഗം കഴുത്തി കിടക്കുന്ന സർപ്പത്തിന് ഒരു ഗോൾഡൻ കളറും ഉണ്ടല്ലേ. ഏകദേശം ഒരു 10-60 അടി ഹൈറ്റ് വരും തോന്നുന്നു. എനിക്ക് കറക്റ്റ് അളവ് ഇവിടെ നോക്കിയിട്ടൊന്നും മനസ്സിലാവുന്നില്ല. എങ്കിലും ഭയങ്കര സംഭവം തന്നെയാണ്. നല്ലൊരു കാഴ്ച കാണാൻ വന്നിട്ട് കല തളർന്നു പോയി. കണ്ടാ വിചാരിക്കും ധ്യാനിക്കുകയാണെന്ന്. ധ്യാനിക്കുകയല്ല. നമ്മൾ മുരുടേശ്വര ക്ഷേത്രത്തിനകത്ത് വന്നിട്ട് ഭഗവാന്റെ വിഗ്രഹം ഇരിക്കുന്നതിൻ്റെ അടിഭാഗത്ത് നടക്കുന്ന ഒരു സംഭവം. ഭഗവാന്റെ വിഗ്രഹത്തിന് താഴെയായിട്ട് ഒരു ഫുള്ള് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെല്ലുന്ന ഓരോ സ്ഥലത്തും അവിടെ ഇങ്ങനെ ആ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഭഗവാൻ ധ്യാനിക്കുന്നതാണ്. ഇതിപ്പോൾ ഇവിടെ നടക്കുന്ന ഓരോ കഥകളും അങ്ങനെ അവർ വിവരിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഭാഷ അറിയില്ല. ഇവിടുത്തെ ഭാഷയിലാണ് തെലുങ്ക്, കന്നഡ, അതിലെ ആ ഭാഷയിലൊക്കെയാണ് സംസാരിക്കുന്നത്. ഈ കഥ തന്നെയാണ് ഇവിടെ വിവരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ സ്ഥലത്തെത്തുമ്പോഴും അവിടുത്തെ കഥകളാണ് കാണിക്കുന്നത്. കഥകളൊക്കെ നിങ്ങൾ തന്നെ ഊഹിച്ചെടുക്കുക. എനിക്ക് കഥ ഒന്നും പറഞ്ഞു തരാനുള്ള ഒരു അറിയില്ല. समुद्र तट पर आ पहुंचा। शाम हो चुकी थी। संध्या पूजा का भी समय था। रावण तपोनिष्ठ व्यक्ति था। त्रिकाल संध्या बंधन रखा था। आत्मलिंग को जमीन पर नहीं रखा जा सकता था और अशुद्ध व्यक्ति। गणेश जी ने वचन का दिखावा कर रावण का नाम लेकर 3 बार कहा। फिर उसके लौटने से आत्मलिंग से घूसपर्श करवाए। रावण दुखी होकर चीखा, क्रोधित हुआ। वो नहीं जानता था कि ये ब्रह्मचारी वेश में खड़े इस पुराण कथा को जीवित रखने के लिए ही इसे बनाया गया।
ഇത് മുരുടേശ്വരത്തുള്ളൊരു ബീച്ചാണ്. അതിന് തൊട്ടപ്പുറത്തുള്ളൊരു ബീച്ചാണിത്. നിറയെ ആൾക്കാരുണ്ട്. ഇറങ്ങി കുളിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും ഇറങ്ങുന്നില്ല ഇന്ന്. വെള്ളത്തിൻ്റെ കോലം കണ്ടിട്ട് ഒരു സുഖമില്ല. ഇവിടുത്തെ ഗോപുരത്തിൻ്റെ ഒരു സൈഡ്. ഒട്ടകങ്ങളുണ്ട്, 2 കുതിരയുണ്ട്. ഇത് ഏകദേശം സൂര്യാസ്തമയ സമയമായി വരുന്നത്. ബീച്ചിലിറങ്ങി നിൽക്കാനൊക്കെ പറ്റും. നല്ല ആഴം കുറവാണ്. കുറേ ദൂരം വരെ തിരമാല കുറവാണ്. അതുകൊണ്ട് കടലിൽ ഇറങ്ങി നിൽക്കാൻ പറ്റുന്ന ഒരു കടലിൽ നിന്നുള്ളൊരു വ്യൂ ആണിത്. ഇവിടെ ക്ഷേത്രവും കടലിൽ താഴെ നിന്ന് കാണുന്നത്. അവിടുത്തെ പെയിൻറ്റിങ് കൂടെ കഴിയുമ്പോൾ നല്ല രസമായിരിക്കും കാണാൻ. ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളവരാണ്. അവർ കുടുംബത്തോടെ കളിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. അതിന് കലയൊക്കെ ഇതിൽ കൂടെ ഉണ്ട് കേട്ടോ. നേരെ കാണുന്നതാണ് നമ്മളുടെ ക്ഷേത്രം. ഗോപുരമൊക്കെ കാണാൻ പറ്റുന്ന നല്ല വ്യൂ ആണ് കാണുന്നത്. കടലിൻ്റെ കരയിലുള്ള ഒരു അമ്പലമാണ്. ഇവിടെ നേരിട്ട് വന്ന് തന്നെ കാണണം കേട്ടോ. എങ്കിൽ അതിൻ്റെ നമുക്കൊരു കാഴ്ച നന്നായിട്ട് കാണാനുള്ളൊരു ഇതുണ്ട്. ജീവിതം അടിച്ചു പൊളിച്ച് ജീവിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഭഗവാൻ വിളിക്കുമ്പോൾ അങ്ങ് പോകും, അത് വേറെ കാര്യം. അതുവരെ നമ്മൾ എൻജോയ് ചെയ്ത് ജീവിക്കുക, അതൊക്കെ എനിക്ക് ആഗ്രഹം പോകും. അല്ലല്ലേ, നല്ല വീടല്ലേ. കടലിൽ നിന്ന് കുളിക്കണമെന്നുണ്ടായിരുന്നു. കുളിക്കാനുള്ള തയ്യാറെടുപ്പിലല്ല വന്നത്, അതിന് കുളിക്കുന്നില്ല. മുരുടേശ്വർ ക്ഷേത്രത്തിലെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഞങ്ങൾ ഇവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ്. സൂര്യാസ്തമയം കൂടെ എടുക്കണമെന്നുണ്ട്, പക്ഷേ സമയം കുറവായതുകൊണ്ട് ഞങ്ങൾ വന്ന വാഹനത്തിൻ്റെ ഡ്രൈവർ അവിടെ നിന്ന് വിളി തുടങ്ങി. ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനിയും നല്ല നല്ല വീഡിയോയുമായി ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരേക്കും ഞങ്ങളുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലും ഓളും കൊടുക്കുക. നിങ്ങൾ വന്ന് മാത്രമേ ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ. ഒരിക്കൽ കൂടി ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായതിന് താങ്ക്സ് പറയുന്നു. ബൈ ബൈ.